വിവാഹ ജീവിതങ്ങൾ തകരാൻ തുടങ്ങുമ്പോൾ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പല സ്ഥലങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്ത് ഭാര്യയും ഭർത്താവും ഒക്കെ കുഴഞ്ഞ് ഒരു പരുവായിരിക്കുകയാണ്. എത്ര കാലമാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടത്? ഈ ലൈഫ് ലോങ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണോ നമ്മൾ ജീവിതം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ വിവാഹം കഴിക്കുന്നത്? ഇതൊരു നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് വിവാഹ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സമൂഹത്തെ ഇനിയും പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ ഒരു പെൺകുട്ടിയോ അങ്ങനെ ഒരു ആൺകുട്ടിയും ഇനി ഉണ്ടാവില്ല. വിവാഹത്തിന് വേണ്ടി പുരുഷനെയും സ്ത്രീയെയും ഒരുക്കുക എന്നുള്ളൊരു പ്രക്രിയ, അതിൻ്റെ ഉത്തരവാദിത്തം കുടുംബങ്ങൾക്കും മതങ്ങൾക്കും സമൂഹത്തിനും എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ബീവറേജസ് കോർപ്പറേഷന് മുമ്പിലുള്ള തിരക്കിനേക്കാളും കൂടുതലാണ് ഇന്ന് പല കുടുംബ കോടതികളുടെയും മുമ്പിലുള്ള തിരക്ക്. വിവാഹം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് ദിവസവും വിവാഹം അടിച്ചു പിരിയാനായിട്ട്, ഡിവോഴ്സിനായിട്ട് ഇന്ന് കോടതികളെ സമീപിക്കുന്നത്. ഒരുപാട് പേര് ഇതൊക്കെ സഹിച്ച് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് പുറത്തു പറയാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചാനലിലൂടെ കുടുംബവുമായിട്ടും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ പുറത്തു വരുമ്പോൾ ഇതുമായിട്ട് നടക്കുന്ന ചർച്ചകളിലൊക്കെ കൂടുതൽ ആൾക്കാരും സംസാരിക്കുന്നത് അവരുടെ കുടുംബത്തിനുള്ളിലെ ഭീകരമായ അന്തരീക്ഷങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് പേര്, ഇവിടെ മാത്രമല്ല, വിദേശത്ത് സെറ്റിൽ ചെയ്യാനായിട്ട് പോയ മലയാളി ഫാമിലികളും ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സംസ്കാരം ഒന്നും കളയാതെ അതെല്ലാം പൊതിഞ്ഞു കെട്ടി അവിടെ കൊണ്ടുപോയി അവിടെയും തല്ലും അടിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വിവാഹശേഷം വരുമ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ള മാതാപിതാക്കളും മത മേലാളന്മാരും ഒക്കെ എല്ലാവരും കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, മോൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെ മോൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ വിവാഹബന്ധത്തിലേക്ക് വരുന്നത്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് ലൈഫ് ലോങ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ളതല്ല. ഈ അഡ്ജസ്റ്റ് ചെയ്യാം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവർ മ്യൂച്വലായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് കുഴപ്പമില്ല. ഇത് ഒരാൾ ജീവിതകാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്യുകയും വേറൊരാളങ്ങ് തകർത്ത് പെയ്യുകയും ചെയ്യുന്ന രീതിയിൽ വിവാഹ ജീവിതങ്ങൾ മുമ്പോട്ട് പോവില്ല. വിവാഹ ജീവിതങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ, ഒരു വിവാഹത്തിന് വേണ്ടി ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന പ്രണയ വിവാഹമാണോ നല്ലത്, അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? ഇതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം ഏത് തരം വിവാഹമാണെങ്കിലും അവനവൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ആൾക്കാരായിരിക്കും അവനവൻ്റെ കൂടെ കൂടുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മുടെ ക്വാളിറ്റി കൂട്ടുകയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളും നല്ല ക്വാളിറ്റിയുള്ള ഒരാളാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത്, കാരണം ഇതിനു മുമ്പുള്ളൊരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലായിരുന്നു വിവാഹം. രണ്ടുപേർ ഒറ്റയ്ക്ക് ജീവിക്കുകയല്ല, അവർക്ക് ചുറ്റും രണ്ട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം അതിന് ചുറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ പോരാത്ത ഏതാണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമൊക്കെ ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ വന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയായി, രണ്ടുപേരും ജോലിക്ക് പോകുന്നു, മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്നു. ഇതുപോലുള്ള ഒരു സങ്കീർണമായ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല വ്യക്തിത്വമുള്ള, നല്ല ഇരുത്തം വന്ന, മെച്യൂർഡായിട്ടുള്ള, ലീഡേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നല്ല കുടുംബജീവിതങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനിയും ഏറ്റവും പ്രധാനമായ കാര്യം ഒരു സത്യസന്ധതയും അതുപോലെ തന്നെ ഒരു നന്മയുമൊക്കെയാണ്. സ്നേഹം, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യർ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വേണ്ടിയൊക്കെ വിവാഹം കഴിച്ചിട്ട് അവസാനം അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും എല്ലാവർക്കും ഒരു ഭാരമായി മാറുന്ന ധാരാളം അവസരങ്ങളുണ്ട്. കാരണം കുട്ടികൾ സമൂഹത്തിൻ്റെ മേലൊരു ഭാരമായി വരികയാണ്. ഇങ്ങനെയുള്ള വീടുകളിൽ നിന്ന് വഴിപഴിച്ചു പോകുന്ന കുട്ടികളെ, വീണു പോകുന്ന, കുറഞ്ഞു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളൊക്കെയാണ് സമൂഹത്തിൽ ആൻറ്റി സോഷ്യലായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് വന്നു ചേരുന്നത്. നമ്മൾ നോക്കിയാലറിയാം. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സമൂഹത്തിന് അതിന് ധാരാളം ദോഷങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് മതസ്ഥാപനങ്ങളൊക്കെ ചുമ്മാതെ റാലി നടത്തിയും ഉത്സവം നടത്തിയും പെരുന്നാൾ നടത്തിയും ഘോഷയാത്ര നടത്തിയൊക്കെ ഇനിയും സമയം കളഞ്ഞാൽ രോഗമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും ചെറുപ്പക്കാരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് അവരെയൊക്കെ കുറേ കൂടി ഒന്ന് സമഗ്രമായി രൂപാന്തരപ്പെടുത്താനൊക്കെയുള്ള, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള, പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും നമ്മൾ ഇനിയും രൂപപ്പെടുത്തിയെടുക്കാൻ പോകുന്ന സമൂഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെറുപ്പക്കാരെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു കാര്യം റെസ്പെക്റ്റാണ്. റെസ്പെക്റ്റ് ഇല്ലാത്ത മനുഷ്യൻ വിവാഹബന്ധത്തിലേക്ക് വന്നാൽ ഒരു തരത്തിൽ അത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾ മറ്റുള്ളവരെയും റെസ്പെക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക്
നമുക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ. ഇത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വിവാഹം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ പങ്കാളിയെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സമൂഹത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത, ഞാനാണ് എല്ലാം, ഞാനോടുകൂടി ലോകം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന മനുഷ്യനൊന്നും വിവാഹ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല, വലിയ പരാജയമായിരിക്കും. രണ്ടാമത്തെ കാര്യം ഒരു എമ്പതിയാണ്. മറ്റുള്ളവരുടെ വേദന, പ്രയാസം, അവരുടെ പ്രശ്നങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയണം. എൻ്റെ കൂടെയുള്ള, എൻ്റെ അയൽക്കാരൻ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ പങ്കാളിയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വികാരങ്ങളെയും അവരുടെ വിഷയങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ആൾക്കാർ ഒരു മിസ്ഫിറ്റാണ് വിവാഹത്തിന്. വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ആനയുണ്ടോ ചെമ്പുണ്ടോ എന്നൊന്നും അല്ല നോക്കേണ്ട. നല്ല റെസ്പെക്റ്റുള്ള, നല്ല എമ്പതിയുള്ള, നല്ല പേഴ്സണാലിറ്റിയുള്ള, നല്ല ആറ്റിറ്റ്യൂഡുള്ള, മാനേഴ്സുള്ള, കൾച്ചറുള്ള ആൾക്കാരെയാണ് വിവാഹം കഴിക്കേണ്ടത്. പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല മെൻ്റൽ ഹെൽത്താണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റീസിനെയൊക്കെ നിലനിർത്തുന്നത്. നല്ല മാനസികാരോഗ്യം വിവാഹ ജീവിതത്തിന് അടിസ്ഥാന ഘടകമാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. കുറേ ഡിഗ്രികളുണ്ട്. ഡിഗ്രിയും മെൻ്റൽ ഹെൽത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡിഗ്രിയും ഒരു പേഴ്സണൽ ക്വാളിറ്റിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇംഗ്ലീഷ് പറയുന്ന എത്രയോ വിഡ്ഢികളുണ്ട് ഈ ലോകത്ത്, അല്ലെങ്കിൽ എത്രയോ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് ഇംഗ്ലീഷ് പറയുന്നതും ഡിഗ്രികളും, ഒരുപാട് പണം ഉള്ളതുകൊണ്ട് യാതൊരു കാര്യമില്ല. പല പണമുള്ള വീടുകളിലെയും കുട്ടികൾക്ക് യാതൊരു ക്വാളിറ്റീസും ഇല്ല. അപ്പോൾ ഇതൊന്നും അല്ല വിവാഹത്തിന് വേണ്ട ക്വാളിറ്റീസ്. ചിലരൊക്കെ പറയാറുണ്ട് കുടുംബ മഹിമയെന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അവിടെ ആനയുണ്ടായിരുന്നതോ തേക്കുണ്ടായിരുന്നതോ? എന്താണ് ഈ കുടുംബ മഹിമയെന്ന് പറയുന്നത്? അവിടെയുള്ള ആ പർട്ടിക്കുലർ കാൻഡിഡേറ്റിൻ്റെ ക്വാളിറ്റി എന്താണ്? അവരുടെ ഒരു സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു? അവർക്ക് സുഹൃത്തുക്കളുണ്ടോ? നല്ല ബന്ധങ്ങളുള്ള ആളാണോ? മനുഷ്യരുമായിട്ടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ആ സമൂഹവുമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെയാണ് പലപ്പോഴും വിവാഹങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ കളിപ്പിച്ചുള്ള ധാരാളം വിവാഹങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മാനസിക രോഗങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ച്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഒളിപ്പിച്ച് വെച്ച്, പലതരത്തിലുള്ള കുട്ടികളിലെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ കല്യാണം കഴിപ്പിച്ച് കുട്ടികളെ വിടുന്നത് എത്ര കാലം നിലനിൽക്കും? ഇനിയുള്ള കാലത്ത് അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇനി ജീവിതകാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇനി ആരെയും കിട്ടത്തില്ല. കാരണം എല്ലാവർക്കും ഒരു ആത്മാഭിമാനമുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു ഷോർട്ട് പീരീഡിലേക്ക് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ഷോർട്ട് പീരീഡിലേക്ക് നമ്മൾ ഇച്ചിരി സഫർ ചെയ്യാനൊക്കെ തയ്യാറാകണം. ഒരാളെ ഒന്ന് എക്യുപ്പ് ചെയ്തെടുക്കാനായിട്ട് മറ്റേ ആൾ കുറച്ച് സഫർ ചെയ്യേണ്ടതായിട്ടൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു ഷോർട്ട് റണ്ണിൽ എവറിത്തിങ് ഈസ് ഓക്കെ. പക്ഷേ അതൊരു ലോങ് റണ്ണിൽ ജീവിതകാലം മുഴുവൻ സഹിക്കാനുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത്തരം വിവാഹങ്ങൾ ഇനി നിലനിൽക്കത്തില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരാളിനെ അബദ്ധവശാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ ഏറ്റവും പ്രധാനം വളരെ അസർട്ടീവായിരിക്കുക എന്നുള്ളതാണ്. അത്തരം ടോക്സിക് നേച്ചറൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് പറയുക. അത് ഈ ലോങ് റണ്ണിൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വ്യക്തമാക്കുക. അതിനുവേണ്ടി സമൂഹത്തിൻ്റെ അപ്രൂവലിനും കാരണവരുടെ അപ്രൂവലിനും വേണ്ടി ഒന്നും കാത്തിരിക്കത്തില്ലെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് പറയാൻ പങ്കാളികൾ തയ്യാറാവണം. അതിനൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവും, അല്ലെങ്കിൽ അതിനൊരു നല്ല ഗൈഡൻസ് എടുക്കാൻ തയ്യാറാവും, തിരുത്താൻ തയ്യാറാവും. സഹിക്കാനായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടതായിട്ട് വരും. ഇനിയും വേറൊരു ആൾക്കാരുണ്ട്, അത് ഇഗ്നോർ ചെയ്ത് അങ്ങ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതങ്ങനെ ഇരുന്നോട്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇഫ് യു ആർ ക്വയറ്റ് ഗുഡ് ഇനഫ് ആൻഡ് യുവർ മെൻ്റൽ ഹെൽത്ത് ഈസ് സോ സ്ട്രോങ് ആൻഡ് എക്സലൻറ്റ് ടു ഇഗ്നോർ തിങ്സ്, ഫൈൻ. അതൊക്കെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്, ഒരു കുഴപ്പമില്ല. ഇനി ഇതൊന്നും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, ക്വിറ്റ് ഫ്രം ഇറ്റ്, അത്രയേ ഉള്ളൂ. എത്രയും നേരത്തെ വെളിയിലിറങ്ങുന്നോ അത്രയും നല്ലത്. ആവശ്യമില്ലാത്ത കുട്ടികളെയും കൂടി ഈ ലോകത്ത് കൂടുതലായിട്ട് കൊണ്ടുവന്ന് അവരെയും കൂടി ഇവിടെ നരയിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ ഞാൻ ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റും വിദേശമെല്ലാം ഡിവോഴ്സാണ്, വിദേശത്തെല്ലാം മോശമാണ്, സായിപ്പ് വലിയ കുഴപ്പക്കാരാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, വിദേശ രാജ്യത്തൊക്കെ ഒരു സോഷ്യൽ ക്ലൈമറ്റ് വാച്ച് ചെയ്തിട്ട് പറയുകയാണ്, അവിടെയൊക്കെ ഒരു പേരൻ്റേ ഉള്ളതിലും ആ ഒരു പേരൻ്റ് നല്ല ക്വാളിറ്റിയുള്ള പേരൻ്റ് ആയിരിക്കും. ഇവിടെ ഈ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് പേരൻ്റും ഒരുമാതിരി രോഗികളാകുന്നു. കാരണം ആർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു അയാൾ ഓൾറെഡി രോഗിയാണ്, ആരാണോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവരും പതുക്കെ രോഗിയാകുന്നു. രണ്ട് രോഗികളാണ് ആ കുട്ടികളെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ
തന്നെ ആ കുട്ടികളുടെ ജീവിതത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം. നേരെ മറിച്ച് ഒരു പേരൻ്റേ ഉള്ളൂ, നമ്മൾ അസർട്ടീവായിട്ട് ഞാൻ കുട്ടികളെ ഏറ്റെടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി ഫുൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ഡെഡിക്കേഷൻ കൊടുക്കുന്നു, ആ കുട്ടികളുടെ ജീവിതത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാകുന്നു. അല്ലെങ്കിൽ കുട്ടികൾക്കും അത് മനസ്സിലാകുന്നു. അറ്റ്ലീസ്റ്റ് എന്നെ എൻ്റെ പേരൻ്റ് സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ അറിയാവുന്ന ധാരാളം കുട്ടികളുണ്ട്. ഈ അടുത്തിടയിൽ ഞാൻ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടു. അവൾ എന്നോട് പറഞ്ഞ ഒരു സിംഗിൾ പേരൻ്റാണ് എൻ്റെ മദർ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്നെ വളർത്തിയത്, ഐ വാണ്ടഡ് ടു ടേക്ക് കെയർ ഓഫ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടി അത് മനസ്സിലാക്കിക്കൊണ്ട് വളർന്നു വരുമ്പോൾ ഒരു പേരൻ്റേ ഉള്ളതിലും അതൊരു ക്വാളിറ്റി പേരൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ കൈയടി വാങ്ങിക്കാനായിട്ട് ഒരു കുടക്കീടിയിൽ തമ്മിലടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരത്തിൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത് തന്നെ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് കോപ്പറേറ്റ് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യാം. ലൈഫ് ലോങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്ന ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്ന ഒരു സെൽഫ് സാക്രിഫൈസ് അല്ല. അത് എപ്പോഴും മനസ്സിലായിരിക്കണം. അങ്ങനെ സെൽഫ് മുഴുവൻ സാക്രിഫൈസ് ചെയ്യാനായിട്ട് മാരേജ് എന്ന് പറയുന്നത് ഏതാണ്ട് നാഷണൽ ഫ്രീഡം മൂവ്മെൻ്റ് ഒന്നും അല്ലല്ലോ. അതിനുവേണ്ടി അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടിയൊന്നും ആരും പരിശ്രമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു രണ്ട് പേർ തമ്മിൽ ഒരു വിവാഹ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ പങ്കാളിക്ക് എന്നെ സ്നേഹിക്കാനും എൻ്റെ പങ്കാളിക്ക് എന്നെ സഹിക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ക്വാളിറ്റീസ് നമുക്കുണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് ക്വാളിറ്റീസും പങ്കാളികൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. ഇത് നെഗറ്റീവ് മാത്രമുള്ള ഒരാളെ ചുമക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും അതിനുള്ള എന്തെങ്കിലും ഒരു ഗ്ലൂ നമ്മൾക്കുണ്ടാവണം, എന്നാലേ ചേർന്ന് നിൽക്കുകയുള്ളൂ. അങ്ങനെ യാതൊരു ക്വാളിറ്റി ഇല്ലാത്തവർ സ്വയം അങ്ങ് മനസ്സിലാക്കിക്കോണം, നമ്മളെ ഇട്ടിട്ട് എല്ലാവരും പോയി ഇനി അതിന് പെട്രോളും എടുത്ത് വാളും എടുത്ത് തോക്കും എടുത്തൊന്നും നടക്കേണ്ട കാര്യമില്ല. ഇഫ് യു ആർ നോട്ട് ഫിറ്റ് ഇനഫ്, നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ നല്ല ഗൈഡൻസിനോ നല്ല കറക്ഷനോ ഒക്കെ പോയി നേരെയാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരിക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ. പങ്കാളികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ജീവിതകാലം മുഴുവൻ സഹിക്കാനായിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ കാലഘട്ടമൊക്കെ പോയിരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടത് നല്ല പേരൻ്റാണ്. അത് രണ്ട് നല്ല പേരൻ്റ് ഇല്ലെങ്കിൽ ഒരു നല്ല പേരൻ്റെങ്കിലും, ഒരു മെൻ്റൽ ഹെൽത്തുള്ള നല്ല പേരൻ്റ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികളുടെ ജീവിതം അത്രയെങ്കിലും ശാശ്വതമായിരിക്കും. തീർച്ചയായിട്ടും കുടുംബജീവിതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു സിസ്റ്റമാണ് നമ്മളുടെ മാരേജും നമ്മുടെ ഫാമിലിയും എന്നൊക്കെ പറയുന്നത്. അതതിൻ്റെ സാങ്ക്ടിറ്റിയോടുകൂടി അതിൻ്റെ ഒരു പേഴ്സണൽ ഒരു റെസ്പോൺസിബിലിറ്റിയോടുകൂടി സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇതൊരു കലയും കൂടിയാണ്. നാരായണമൂർത്തി സർ ഈ അടുത്തിടെ ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ ചില വീട്ടിലൊക്കെ ചെന്നാൽ അത് വരുമാനം കുറഞ്ഞ ചെറിയ ജീവനക്കാരൻ്റെ വീടായിരിക്കും, പക്ഷേ അവിടെ ജീവിതമുണ്ട്. വലിയ വരുമാനമുള്ളത് കൊണ്ട് മാത്രം അവിടെ ജീവിതം ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. ലൈഫ് ഈസ് എൻ ആർട്ട്. അതൊരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ജീവിതത്തിൻ്റെ ആ കല പഠിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകുക. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നല്ലൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ കപ്പിൾ ഗൈഡൻസും കപ്പിൾ തെറാപ്പിയും ഒക്കെ ഉണ്ട്. ഇവിടെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമതൊരാളുടെയും കൂടെ പ്രസൻസിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് മെച്ചമായിട്ട് പോകാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കുടുംബജീവിതം, സന്തോഷകരമായ കുടുംബജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അറിയാമല്ലോ, ഈ ചാനൽ ഫാമിലി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, കരിയർ, ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള പേരൻറ്റിങ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കാനും സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും സ്ഥിരമായിട്ട് എൻഗേജ് ചെയ്യാനും ചർച്ച ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ ചർച്ചകൾ വളരെ സജീവമാക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ റിലേഷൻഷിപ്പിനും ലൈഫിനുമൊക്കെ വേണ്ട ഗൈഡൻസുകളൊക്കെ ചെറുപ്പക്കാർക്ക് കൊടുക്കുക. ചെറുപ്പക്കാരെ വിളിച്ച് കുറേ റാലി നടത്തുകയും ചെറുപ്പക്കാരെ ഉപയോഗിച്ച് കുറേ തോരണം കെട്ടിക്കുകയൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ ആവശ്യം. ചെറുപ്പക്കാരെ ഒന്ന് ഒരുക്കിയെടുക്കാൻ അവരിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഹാപ്പി ലൈഫ്. താങ്ക് യു സോ മച്ച്.